വിദ്യാഭ്യാസ നയം 5 വർഷത്തേക്ക് മാത്രമാക്കരുതെന്ന് MK രാഘവൻ MP. KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഭരിക്കുന്ന മുന്നണികൾ 5 വർഷത്തേക്ക് മാത്രം തയ്യാറാക്കുന്നതാകരുത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടുള്ളതും കാലത്തിനനുസരിച്ചുള്ളതുമാകണം അതെന്നും MK രാഘവൻ MP. KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതും നിലവിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയുമൊക്കെ KPSTA പഠന വിധേയമാക്കണം. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും ക്രമക്കേടും സ്വജനപക്ഷപാതവും ഒക്കെ ജനങ്ങളിൽ എത്തിക്കണം. തകർന്നു വീഴാറായ തറവാട് പോലെയാണ് LDF സർക്കാർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. അത് KPSTയും ഏറ്റെടുത്തേ പറ്റൂ. UDF അധികാരത്തിൽ വന്നാൽ മെഡിസെപ് ഉൾപ്പെടെ അധ്യാപകർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണും. LDF തോൽക്കാൻ CPM പ്രവർത്തകരടക്കം ആഗ്രഹിക്കുന്ന സമയമാണിത്. മാത്രമല്ല BJP മുന്നണി കൂടി രംഗത്തുണ്ടെന്നത് ഗൗരവത്തോടെ കാണണം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. MK രാഘവൻ പറഞ്ഞു. ഏത് ഗവൺമെന്റ് വന്നാലും ഏത് മുന്നണി വന്നാലും വിദ്യാഭ്യാസ രംഗത്ത് ശാശ്വതമായ നയമുണ്ടായിരിക്കണം. മാറി വരുന്ന മുന്നണികളുടെ നയമായിരിക്കുന്നത് വിദ്യാഭ്യാസ നയം. കാലഘട്ടത്തിനനുസരിച്ച് എന്ത് മാറ്റമുണ്ടാകണം, ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നയമായിരിക്കണം. ആ നയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ജനങ്ങളുമായും വിദ്യാർത്ഥികളുമായി എല്ലാവരുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയം രൂപീകരിക്കൽ നിർദ്ദേശങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ രംഗങ്ങളിൽ ഒരു പൊളിച്ചുപണി ഉണ്ടാകും, ഒരു മാറ്റമുണ്ടാകും, വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് അതിന് നിങ്ങൾ നിർബന്ധമായും നേതൃത്വം നൽകണം എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ ഇവിടെ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ, KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ അനിൽകുമാർ വട്ടപ്പാറ, PM നിയാസ്, KM അഭിജിത്ത്, P. ഹരിഗോവിന്ദൻ, C. പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലേത് എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MP. KPSTA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ. നഗരത്തിൽ കൂറ്റൻ പ്രകടനവും നടന്നു. എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണ് കേരളത്തിലേത്. കേരളത്തിന്റെ ഐക്യം തകർക്കാൻ മന്ത്രിമാർ വിളിച്ചു പറയുന്നതിന് പിന്നിലെ ചിന്ത മുഖ്യമന്ത്രിയുടേതാണെന്ന് ജനം തിരിച്ചറിയും. വർഗീയത നിറഞ്ഞ പ്രസ്താവനകളൊന്നും CPM നേതാക്കൾ ഇതുവരെ തിരുത്തിയിട്ടില്ല. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ മാന്തി പുണ്ണാക്കുകയാണ് CPM. ദൈവത്തിന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന CPMകാരുടെ ഗൃഹ സന്ദർശനം ഭീതിയോടെയാണ് കേരളം കാണുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. അവിടുത്തെ മുതലാളി, കോട്ടിട്ട മുതലാളി അവിടുത്തെ പദ്ധതികളുടെയൊക്കെ പേര് മാറ്റി, മഹാത്മാവിൻ്റെ പേര് വരെ മാറ്റി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി നമ്മൾ കണ്ടു. അവിടുത്തെ പദ്ധതിക്ക് PM ശ്രീ എന്ന് പേരിട്ടപ്പോൾ ഇവിടുത്തെ മുതലാളിക്ക് ഇപ്പം ആഗ്രഹം, കാരണം ഇപ്പം എല്ലാത്തിലും പിൻപറ്റുന്നത് അങ്ങേരെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിൻ്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് MA ബേബി ഒന്നുമല്ല, ഈ ഭരണകൂടത്തിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ PM ശ്രീ മാതൃകയിൽ ഇവിടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രയാസത്തോടെ വേദനയോടെ ചോദിച്ചോട്ടെ, 5-6 വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് കുരുന്നുകളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും നിയമന അംഗീകാരം കിട്ടാതെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന അലീന ഭിന്നി എന്ന അധ്യാപക, ആ അധ്യാപകരുടെ ജീവനഷ്ടത്തിന് കാരണമായ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ? KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്ത്, AIPTF അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ, PK അരവിന്ദൻ, അനിൽ വട്ടപ്പാറ, B. സുനിൽകുമാർ, N. രാജ്മോഹൻ, B. ബിജു, അനിൽ വെഞ്ഞാർമൂട്, TU സാദത്ത്, PS ഗിരീഷ് കുമാർ, സാജു ജോർജ്, GK ഗിരീഷ്, MK അരുണ, ജോൺ ബോസ്കോ, PS മനോജ്, P. വിനോദ് കുമാർ, PM നാസർ,
PM ശ്രീജിത്ത്, PP ഹരിലാൽ, CV സന്ധ്യ, T ആബിദ്, R തനൂജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.